ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു മോരുകറി ഉണ്ടാക്കാം. മോരുകറി എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ആ സൈഡിലോട്ട്, അതായത് ഞാനൊരു പത്തനംതിട്ടക്കാരിയാണ്. പത്തനംതിട്ട കൊല്ലം ആ സൈഡൊക്കെ ഇങ്ങനെ മോരുകറി ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഈസിയാണ്. നമുക്ക് തൈരൊന്ന് ഒരു മിക്സിലോട്ട് അടിച്ച് വെക്കാം. എന്നിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒന്ന് കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഇച്ചിരി ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 കൊച്ചുള്ളി, 2 കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ വറ്റൽമുളക് ആദ്യം ഞാൻ ഇടാൻ മറന്നുപോയി, നിങ്ങൾ ആദ്യം ഒന്ന് ഇടണമേ. ഇത്രയൊന്നും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തോട്ട് വേണ്ടുന്ന അതിൻ്റെ അകത്ത് പൊടികളൂടെ ഇടണം. പൊടികളെന്ന് പറഞ്ഞാൽ ഒരു ശകലിച്ച് ഇട്ടാൽ മതി. 1/2 സ്പൂണ് ഉലുവാപ്പൊടി, 1/2 സ്പൂണ് ജീരകപ്പൊടി. ഇത് ഇല്ലാത്തവർ, അതായത് പൊടികളില്ലാത്തവർക്ക് വേണേ ഈ കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഉലുവയും ജീരകവും കൂടി ഇട്ട് ഒന്ന് പൊട്ടിക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇടാം. ഒരിച്ചിരി കളറിന് വേണ്ടി വേണേ നമുക്കൊരു കാശ്മീരി മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു കളർ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരിച്ചിരി കാശ്മീരി മുളക് പൊടി ഇട്ടു. അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അടിച്ച് വെച്ച തൈര് അങ്ങോട്ട് ഒഴിക്കാം. ഈ തൈര് ഒഴിക്കുമ്പോഴേ നിങ്ങളത് ഇളക്കണം, അല്ലെങ്കിൽ ഇത് എളുപ്പം ആ ചൂടും കൊണ്ട് ഇതങ്ങ് പിരിഞ്ഞു പോകും. നിങ്ങൾക്കറിയാലോ തൈരിൻ്റെ ഒരു സ്വഭാവം, ചൂട് എളുപ്പം ആയിക്കഴിഞ്ഞാൽ തൈരങ്ങ് പിരിഞ്ഞു പോകും. നിങ്ങളതിനെ അനുവദിക്കരുത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കണം. എത്രയാണോ തൈരെടുത്ത് അതിനൊരു ഇരട്ടി. ഒത്തിരി അങ്ങ് വെള്ളമായി പോകരുത്, ഒത്തിരി വെള്ളമായാലും കൊള്ളത്തില്ല. ഒരിച്ചിരി ഒന്ന് കുറുകിയിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുനിന്നൊരു ആവി വരുന്ന ഒരു പരുവമാണ് അതിൻ്റെ പരുവം. അപ്പോഴേ നിങ്ങളത് ഓഫ് ചെയ്യണം. അല്ല, നിങ്ങൾ തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. പിന്നെ അത് നമുക്ക് ഈ മോരുകറി കൊള്ളത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. എൻ്റെ പഴയ വീഡിയോസൊക്കെ പോയി ഒന്ന് കാണണം, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.